നമസ്കാരം. മലബാറിന്റെ സംഗീത വിശുദ്ധിയെ എത്രത്തോളം അക്ഷരങ്ങളിലേക്ക് ഒതുക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് മാപ്പിളപ്പാട്ട് സാഹിത്യം. മലയാളിക്ക് ഓരോ പാട്ടും പ്രിയങ്കരമാവുന്നത് അവ ജീവിതഗന്ധിയാവുമ്പോഴാണ്. ജീവിതഗന്ധിയായ മാപ്പിള സംഗീതത്തെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന കുട്ടിപ്പട്ടുറുമാലിൻ്റെ ഈ അതുല്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. സെമി ഫൈനൽ വേദിയിലേക്ക് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. സജ്ല സലീം, ഫിറോസ് ബാബു ആൻഡ് ഷബ്നം റിയാസ്. കുട്ടിപ്പാട്ടുകാർക്ക് താളമൊരുക്കാൻ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടീം ഓർക്കസ്ട്ര. ഇന്നത്തെ ആദ്യ പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നിത്യഹരിത ഗാനം റൗണ്ടിൽ ഹാഷിം. ഹാഷിം, എങ്ങനെയുണ്ട്? സെമി ഫൈനൽസിൽ 2 പാട്ട് പാടി, ഇപ്പം 3ാമത്തെ പാട്ട് പാടാൻ വന്നിട്ടുള്ളത്. ടെൻഷനുണ്ടോ? ഇല്ല, ടെൻഷനൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? കുഴപ്പമില്ലാണ്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പം നിത്യഹരിത ഗാനം റൗണ്ടിൽ നന്നായി പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദായി ആലമെല്ലാം. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദായി ആലമെല്ലാം. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ റിള തേടുന്നല്ല. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ റിള തേടുന്നല്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദായി ആലമെല്ലാം. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദായി ആലമെല്ലാം. ബലിയനിൻ്റെ അഹ്മദ് ബിലാമീമിൽ വന്ന്, ബലിയനിൻ്റെ അഹ്മദ് ബിലാമീമിൽ വന്ന്, ബനു ഹാഷിമായേ നബിയുള്ള കേറ്റം ബാദത്ത് ബള്ളൽ മുഹിയുദ്ദീൻ തൻ്റെ ബർക്കത്താൽ എൻ പിഴ നീ പൊറുക്കല്ല. ബാദത്ത് ബള്ളൽ മുഹിയുദ്ദീൻ തൻ്റെ ബർക്കത്താൽ എൻ പിഴ നീ പൊറുക്കല്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദായി ആലമെല്ലാം. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദായി ആലമെല്ലാം. താജുൽ മുഹക്കീൻ ഹക്കാണ് എൻ്റെ, താജുൽ മുഹക്കീൻ ഹക്കാണ് എൻ്റെ. തൗബാന നീ കബൂലാക്കണമല്ല. ജവാദ് കരയെത്താൻ കൊടുത്ത വേദാമ്പർ ജതുള്ള മുഹിയുദ്ദീൻ തുണ വേണമല്ല.
അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അകമീയമായി അഹ്മദായി ആലമെല്ലാം. അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അകമീയമായി അഹ്മദായി ആലമെല്ലാം. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ റിള തേടുന്നല്ലാ. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ റിള തേടുന്നല്ലാ. അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അകമീയമായി അഹ്മദായി ആലമെല്ലാം. അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അകമീയമായി അഹ്മദായി ആലമെല്ലാം. ഹാഷിം, എങ്ങനെയുണ്ടായിരുന്നു പാടിക്കഴിഞ്ഞപ്പോൾ? നന്നായി പാടാൻ പറ്റിയില്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് കമൻസിലേക്ക് പോവാം. സജിലത്ത, ഹാഷിം, ഇത്ത നിത്യഹരിത ഗാനം എന്ന റൗണ്ടിൽ നിത്യഹരിത ഗാനം തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള റംലത്താടെ എല്ലാവർക്കും അറിയുന്നൊരു സോങ്ങാണ് മോൻ സെലക്ട് ചെയ്തത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സോങ്. എന്താണ് ഒരു ഫീമെയിൽ സോങ് സെലക്ട് ചെയ്യാൻ കാരണം ഹാഷിം? ഇഷ്ടമാണ് ഈ പാട്ട്? നല്ല ഇഷ്ടമായി. നല്ലോണം ഇഷ്ടമാണ്. മോൻ പാടാറുണ്ടോ ഇത് സ്റ്റേജിൽ? അല്ല, ഇതിനു വേണ്ടി പഠിച്ച നേരത്തെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടായതുകൊണ്ട് മോൻ സെലക്ട് ചെയ്തു. ഒരുവിധം നന്നായി മോൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഹാഷിമിന് എനിക്ക് തോന്നുന്നു ഹാഷിമിന് മനസ്സിലായിട്ടുണ്ടാവും എവിടെയൊക്കെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു സിംഗറാണ്, അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമുണ്ട് അല്ലേ ഹാഷിമിന്? എവിടെയൊക്കെയാണ് പോയത്? പല്ലവിയിലെ അല്ല സംഗതി കൃത്യമായിട്ടില്ല. പിന്നെ അനുപല്ലവിയിലെ ബനി ഹോഷുമായെ, അത് കഴിഞ്ഞിട്ടുള്ള അല്ല, അതും കുറച്ച് ശരിയാവാനുണ്ട്. എനിക്ക് തോന്നുന്നു മോന് ഈ ഒരു പാട്ട് ഒറിജിനൽ ഇതിനെക്കാട്ടും സ്പീഡുണ്ട്. അറിയാലോ, ഒറിജിനൽ സോങ് ഇതിനെക്കാട്ടും സ്പീഡുണ്ട്. ഈ സ്പീഡിൽ തന്നെ മോന് ചില സംഗതികളൊന്നും ഒതുങ്ങുന്നില്ല. മോനത് പാടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ചില സംഗതികളിൽ സക്സസ് ആവും, ചിലത് മിസ്സായിപ്പോവും. അതാണ് പൊതുവേ മോന് ഈ പാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ചരണത്തിലെ ഭേദാംബർ, അത് ഭയങ്കരമായിട്ടത് പിച്ച് ഔട്ടായിപ്പോയി. പിന്നെ ലാസ്റ്റ് എന്നല്ല, തമ്പുരാൻ, അതിന് പല്ലവിയിലൊക്കെ കൊടുത്ത തമ്പുരാൻ, അതിന് കൊടുത്ത എക്സ്പ്രഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഏറ്റവും നന്നായത് ലാസ്റ്റത്തെ എൻഡായിരുന്നു. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എൻഡ് ചെയ്തു. ഇതൊക്കെയാണ് മോൻ ഇന്നത്തെ പാട്ടിൽ വന്നത്. നല്ല ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. ടഫ് സോങ് തന്നെ എടുത്തത് അല്ലേ? എന്നാൽ നിത്യഹരിത ഗാനവുമാണ് അല്ലേ? റംലത്ത പാടി വെച്ച പാട്ടുകളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തൻ്റെ ഇടമാണ്. ഇത് മെഹറിൻ പാടിയത് കേട്ടോ? അതോ റംലത്ത പാടിയതും കേട്ടോ? രണ്ടും കേട്ടു അല്ലേ? മെഹറിനും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ മാർക്ക് കൊടുത്ത ഒരു സിംഗിങ് ആയിരുന്നു അന്ന് മെഹറിൻ്റെ ഈ സിംഗിങ്. മോന് ഇങ്ങനെ പാടി വന്നു, ഭംഗിയായിട്ട് പാടി വന്നു. എല്ലാ സ്ഥലവും, കുറേ സ്ഥലങ്ങൾ ഭയങ്കര ടഫാണ്. അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഏത് കുട്ടി പാടിയാലും ചിലപ്പോൾ തളർന്നു പോകും. പാടി എത്തണ്ടേ? ഒരേ പ്ലാനുകളല്ലേ ആവർത്തിക്കുന്നത്. അതിങ്ങനെ പട്ടപ്പട്ടൂന്ന് പാടുന്ന സാധനങ്ങളാണ്. അപ്പോൾ തളർന്നു പോകും നമ്മൾ അല്ലേ പാടിയിട്ട്. അങ്ങനെയാണ് മോൻ ആ ഒരു സ്ഥലത്ത് അല്ലേ? മനസ്സിലായില്ല? അത് ശരിക്കും മനസ്സിലായില്ല ആ സ്ഥലം അല്ലേ? മോൻ്റെ മുഖം തന്നെ അപ്പോൾ വിളിച്ചു പറഞ്ഞു. അത് പെട്ടെന്ന് ഒരു സ്ഥലം കയ്യിൽ നിന്ന് ഇങ്ങനെ ശ്രുതി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. ശ്രുതിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് എന്തോ റൂട്ട് മാറിയ പോലെ പെട്ടെന്ന്, എന്നിട്ട് തിരിച്ചു വന്നു. അവസാനം എന്താ പാടിയത്? കെടുക്കി കളഞ്ഞു. അത് ഒന്ന് പാടി. നേരത്തെ കറക്റ്റ് പാടി, ഇപ്പം അത് കയ്യിൽ നിന്ന് പോയി അല്ലേ? അതാണ് ഞാൻ വീണ്ടും വരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത്. നേരത്തെ കറക്റ്റ് പാടിയത് കേട്ടോ. അത് ടഫാ മോനെ. ആ സ്ഥലത്ത് വരണ്ടേത്, ഓൺ സിംഗിങ് വരണ്ടേത്, അത് അപാരമായിട്ട് പാടി ആ ഒരു സാധനം കേട്ടോ. അപ്പോൾ കുറച്ച് കുഞ്ഞു മൈനസുകളും ഉണ്ട് സെമി ഫൈനലായതുകൊണ്ട്. എന്നാൽ മോന് കുറേ ഭാഗങ്ങൾ നന്നായിട്ടും പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്ലത്ത. ഹാഷിം, ഗംഭീരമായിട്ട് പാടി മോനെ. ആകെ കൂടെ ഒരു മെയിനായിട്ടുള്ള ആ ഒരു പ്രശ്നമാണ് ഭേദാംബർ എന്നുള്ളിടത്ത് ആ പിച്ച് ഔട്ടായിപ്പോയ പ്രശ്നമാണ്. പക്ഷേ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ മോൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കാര്യം പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ചില പ്രതീക്ഷിക്കാത്ത സംഗതികളൊക്കെ മോൻ പാടി തകർത്തു. പിന്നെ അവസാനത്തെ പല്ലവിയിലും ലാമായ എന്ന് പറയുന്ന സ്ഥലത്തൊരു പിച്ച് വേരിയേഷൻ വന്നു. അപ്പം ഇടയ്ക്ക് ഒരു തുണ്ടുപല്ലവിയിലും ഇതുപോലെ ഒരു വേരിയേഷൻ വന്നിട്ടില്ല, പക്ഷേ ഒരു ടെൻഡൻസി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ടെൻഷൻ ഉള്ളതുകൊണ്ടാവാം, സെമി ഫൈനൽസ് ആയതുകൊണ്ടാവാം. എന്തായാലും കുഴപ്പമില്ല മോനെ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അപ്പം ഉള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക.
കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷബ്നത്ത. ഹഷിം, ഇപ്പം കുഴപ്പമില്ലാത്ത കമൻസ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഫിറോസ്ക. ആഷിമിന് 38.5. 38.5 on 40. ഷബ്നത്ത. 28.5. 28.5 on 30. സജ്ലത്ത. 28.5. 28.5 again on 30. അപ്പം ഹാഷിമിൻ്റെ നിത്യഹരിത ഗാനത്തിന് 95.5 ആണ് ടോട്ടൽ മാർക്സ് ഓൺ 100. അപ്പം നല്ല മാർക്സ് ആണ്. ഇപ്പം സെമി ഫൈനലിൽ 3 റൗണ്ട്സിലും പാടിക്കഴിഞ്ഞു. ഇനി കുട്ടി പട്ടുമാൽ സീസൺ 2വിൻ്റെ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ നമ്മുടെ കൂടെ പാടാൻ ഹാഷിം ഉണ്ടാവോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പാട്ടിന് സമ്മാനം വേണ്ടേ? ചേലാസ് വെഡിങ് സെന്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ഗസൽ റൗണ്ടിൽ പാടാനെത്തുന്നു അസ്ന. അസ്ന, വെരി ബ്യൂട്ടിഫുൾ ഇൻ യെല്ലോ. എന്നത്തെയും പോലെ തന്നെ അസ്ന ഓരോ വെറൈറ്റി ഓഫ് ഡ്രസ്സസ് കിട്ടുമെന്നിങ്ങനെ മുഞ്ച് കൂടി വരികയാണ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും. ഗസൽ റൗണ്ടിൽ ഏത് പാട്ടാണ് പാടുന്നത്? ഇറയോന്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? കുഴപ്പമില്ല. സെമി ഫൈനൽസിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പം എന്തായാലും നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒന്നു കാണാൻ ഈറയോനെ കൈബലായി ഒന്നു കാണാൻ ഈറയോനെ കൈബലായി ഒന്നു കാണാൻ ഇതാ ഞാൻ തേടും സദാ ഇലാഹി ഈറയോനെ കൈബലായി ഒന്നു കാണാൻ. ജലാലിൻ്റെ മോഹം
അസ്ന എന്തോ എന്ത് തോന്നി ഗസൽ പാടി കഴിഞ്ഞപ്പോ? കുഴപ്പമില്ല. ആദ്യമായിട്ടല്ലേ ഗസൽ പാടുന്നേ? അപ്പൊ എന്തായാലും കമന്റ്സ് ചോദിക്കാം. ഷബ്നത്ത അസ്ന എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് ഇത് നമ്മുടെ അഖേലേ ഹേ എന്ന് പറയുന്ന സോങ്ങിന്റെ അറിയാമോ ആ പാട്ട് മോൾക്ക്? ഇല്ല, കേട്ടിട്ടില്ല? പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ. എപ്പോഴും പറയാറുള്ളത് പോലെ ചെറിയൊരു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് ആ പിച്ചിൻ്റെ പ്രശ്നമാണ്. കുറച്ചും കൂടെ മോക്കൊന്ന് കൂട്ടി പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മോൾ കംഫർട്ടബിളായിട്ട് പാടി. പക്ഷേ എനിക്കിതിൽ തോന്നിയത് മോളെ അനുപല്ലവിയിലും ചരണത്തിലും വന്നിട്ട് ലാസ്റ്റ് ലൈനിൽ ഉള്ള ഒരു കൺഫ്യൂഷനാണ്. അത് പിന്നെ നമ്മൾ ഈ ഫിലിം സോങ്ങിൽ വന്നിട്ട് ഫിലിം സോങ്ങിൻ്റെ ബേസ് ആണല്ലോ, സെയിം ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിലിം സോങ്ങിൽ വന്നിട്ട് മോള ഇപ്പം പാടിയ സംഭവമേ അല്ല, വേറൊരു സംഗതിയാണ് വരുന്നത്. പക്ഷേ ഇതിലിപ്പം മോള് കേട്ട് പഠിച്ചത് അങ്ങനെയാണെന്ന് തോന്നുന്നു. കാര്യം 3 സ്ഥലത്തും 3 ചരണത്തിലും മോള് സെയിം അങ്ങനെ തന്നെയാണ് പാടിയത്. പക്ഷേ ആ പാടിയതിലും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു നമുക്കൊരു ക്ലിയർ ആവാത്ത മാതിരി തോന്നി. ഏതാന്ന് മനസ്സിലായോ? ലാസ്റ്റ് ലൈനിൽ ഇതാ ഞാൻ തേടും കോനെ എന്ന് പറയുന്ന ആ ഒരു സംഗതി, അതാണ് എനിക്ക് മെയിനായിട്ട് മോളുടെ ഇന്നത്തെ സിംഗിങ്ങിൽ തോന്നിയ പ്രശ്നം. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. ഫിറോസ്ക നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പിന്നെ വേണമെങ്കിൽ വേറെ ഗസൽ തേടി പിടിക്കാമായിരുന്നു മോൾക്ക് എന്നൊരഭിപ്രായം എനിക്ക് വേറെ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ വേറെ നിൽക്കുന്നു. വേണമെങ്കിൽ ഒരു നല്ല ഗസൽ, ഒരു പുതുമയുള്ള ഗസൽ തന്നെ മാപ്പിളപ്പാട്ടിൽ തന്നെ നമുക്ക് ഗസലീകരിച്ച് പാടാവുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അത് ഇപ്പോൾ ഇതൊരു ഹിന്ദി ട്യൂൺ എടുത്തതിൻ്റെ കുഴപ്പമല്ല, അങ്ങനെ കുറേ ട്യൂണുകളുണ്ട്. ഞാൻ നേരത്തെ ഏതൊരു കമൻറ്റിൽ പറഞ്ഞല്ലോ, ഒരുപാട് പാട്ടുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാട്ട് ഒരു ഗസലിൻ്റെ ഫോർമാറ്റിലേക്ക് എത്രമാത്രം ഈ പാട്ടിൻ്റെ ഒരു യഥാർത്ഥ പാട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല റഫി സാബിൻ്റെ പാട്ടാണ്, പ്രശ്നമല്ല ഡ്രമ്മിൻ്റെ പാട്ടാണ് മോളെ. പല്ലവിയൊക്കെ ഡ്രമ്മിൻ്റെ ഒരു പാറ്റേണിലാണ്. അപ്പോൾ നമ്മൾ ഗസലിന് പൊതുവേ ഒരു തബലയുടെ ചൊവ്വയിൽ പോകാവുന്ന ഡുഡുമാണ് തുടക്കത്തിലൊക്കെ. അക്കേലേ ഹേ മോൾക്കറിയോ പാട്ട്? ചലേയാ 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 अकेले हैं चले आओ जहाँ हो कहा आवाज दे तुमको कहा हो अकेले हैं. इതാണ് ഈ പാട്ട്. तुम्हें हम ढूंढते हैं हमें दिल ढूंढता है न अब मंजिल है कोई आसता है എന്നാണ് ഒറിജിനൽ. അപ്പോൾ അതിനനുസരിച്ചായിരുന്നു ആ ട്യൂൺ വരേണ്ടത്. അവിടെ എന്തോ മോളൊരു വ്യത്യാസം പാടി. പഠിച്ചെടുത്തോടത്തുള്ള പ്രശ്നമാണോ എന്താണെന്ന് വ്യക്തമല്ല കേട്ടോ. അപ്പോൾ ഇതാണ് മോൾ പാടിയത്. ഇതിൽ പിന്നെ മോൾക്ക് ഒരുപാട് ആലാപോ സ്വരങ്ങളോ ഒന്നും നമുക്കിതിൽ കാണിക്കാനും സ്ഥാനങ്ങളൊന്നുമില്ല. സ്വരങ്ങളെല്ലാം ഗസലിൽ പാടണമെന്നല്ല. കുട്ടികൾ പലരും ഗസലിൽ സ്വരങ്ങൾ പാടിയത് അവരുടെ കഴിവ് കാണിക്കാനാണ്. എന്നാലും മോള് മോശമില്ലാതെ തന്നെ പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജ്ലത ഗുഡ് സിംഗിങ്. ക്ലീനായിരുന്നു മോള് പാടിയത്. ഫുൾ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തോന്നി. ഇത് ഷെരീഫ്ക അല്ല പാടിയത്, പക്ഷെ മോള് പാടി കേട്ടത് വേറെ ആൾ പാടിയിട്ടാണ്. എനിക്ക് ഒറിജിനൽ ഞാനും കേട്ടിട്ടില്ല ഷെരീഫ്ക പാടിയത്. ഷെരീഫ്ക പാടിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഹിന്ദി വേർഷൻ്റെ അതേ ട്യൂണിൽ തന്നെ ആയിരിക്കും പാടിയിട്ടുണ്ടാവുക. അത് കേട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഈ ഒരു പറഞ്ഞ മിസ്റ്റേക്ക് വരില്ലായിരുന്നു. കാരണം അനുപല്ലവിയും ചരണം അനുചരണത്തിലും ഒക്കെ ആ ഒരു പോർഷൻ 2 ലൈൻ കഴിഞ്ഞ് വരുന്ന പോർഷൻ ശരിക്കും ആ ട്യൂൺ പെട്ടെന്ന് മോൾ ഒപ്പിച്ചിട്ട് താഴത്തോട്ട് വന്നതുപോലെ ഉണ്ട്. അതാണ് അത് എടുത്ത് പറഞ്ഞത്. പിന്നെ ഫസ്റ്റത്തെ ഹമ്മിങ് സുഖമായിട്ട് തോന്നിയില്ല, കുറച്ച് പാളിപ്പോയിരുന്നു. പിന്നെ അത് രണ്ടും മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ നോക്കുമ്പോൾ മോൾക്ക് ആ ഒരു ഫീലൊക്കെ മോൾക്ക് ഈ പാട്ടിന് കൊടുക്കേണ്ട ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പാട്ട് മാക്സിമം മോൾ ഗസൽ രൂപത്തിലാക്കി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം മാത്രമേ മോളെ എനിക്ക് തോന്നിയിട്ടുള്ളൂ, ബാക്കിയൊന്നുമില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. അപ്പം കുഴപ്പമില്ലാത്ത കമൻസ് ആണ്. മാർക്സ് ചോദിക്കാം. ഫിറോസ്ക അസ്നയ്ക്ക് 37.5. 37.5 on 40. ഷബ്നത്ത 28.
28 on 30. Sachlita. 27.5. 27.5 on 30. അപ്പം അസ്നയുടെ ഗസൽ റൗണ്ടിൽ 93 on 100 ആണ് ടോട്ടൽ മാർക്സ്. അപ്പം കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്. സെമി ഫൈനൽ സ്റ്റേജിലെ 3 പെർഫോമൻസും ഇവിടെ കഴിയാണ്. ഇനി കുട്ടിപ്പട്ടുമാൽ സീസൺ 2വിൻ്റെ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ അസ്ന ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിവേ അസ്നയുടെ ഈ ഗസലിന് ഒരു സമ്മാനമുണ്ട്. പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ഇനി ഖവാലി സംഗീതത്തിൻ്റെ നേരം. അർഷിദ് കമാലും സംഘവും റെഡിയാണ്. അർഷിദ്, ഇതിനു മുമ്പ് ഖവാലി പാടിയിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്നൊരു ദർബാർ സ്റ്റൈലിൽ ഇരുന്ന് പാടുമ്പോൾ? അടിപൊളിയാണ്. അടിപൊളിയാണ്. കയ്യിൽ കുറേ മോതിരമൊക്കെ ഉണ്ടല്ലോ. കിടക്കട്ടേന്ന്. അത് ഉപ്പാൻ്റെ ദൂരെടുത്തല്ലേ? അല്ല, ഒരെണ്ണം. രാജസ്ഥാനിലോ നോർത്ത് ഇന്ത്യയിലോ എന്തോ പോയി വാങ്ങിയതാണോ? അല്ല, പാകിസ്ഥാനും. പാകിസ്ഥാനിൽ? ആഹാ, തൊപ്പിയും പാകിസ്ഥാനിന്നാണോ? അല്ല, അപ്പം എന്തായാലും അമേരിക്കയിൽ നിന്ന്. അപ്പം ഖവാലി എന്തായാലും ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയിട്ടുണ്ട്. അർഷിദ്, നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ടാൽ കുളിരാണ്. അരേ വാ വാ. മൊഴി കേട്ടാൽ മധുവാണ്. മൊഴി കേട്ടാൽ മൊഴി കേട്ടാൽ മൊഴി കേട്ടാൽ മധുവാണ്. കണ്ടാൽ കുളിരാണ്, മുട്ടിട്ടാൽ മധുവാണ്. കണ്ടാൽ കുളിരാണ്, മുട്ടിട്ടാൽ മധുവാണ്.
ഗരി സാരി ഗമ ഗരി ഗമ പമ ഗമ സാരി നി സാരി ഗരി സാരി ഗമ ഗരി ഗമ പമ ഗമ പൂവോ പൂവിതളോ നല്ല തേനോ തേനിശലോ നാരിമാനിൻ ബക്കനിയോ പൂവോ പൂവിതളോ നല്ല തേനോ തേനിശലോ നാരിമാനിൻ ബക്കനിയോ പട്ടിലി ബാസിനുള്ളിലെങ്കി മിന്നിടും പട്ടുറുമാലിൽ കനവുകൾ തുന്നിടും പൂമങ്കി കൊത്തോരു മാരന് മധുവോ മലരോ മണമോ പട്ടിലി ബാസിനുള്ളിലെങ്കി മിന്നിടും പട്ടുറുമാലിൽ കനവുകൾ തുന്നിടും പൂമങ്കി കൊത്തോരു മാരന് മധുവോ മലരോ മണമോ കണ്ടാൽ കുളിരാണ് മൊഴി കേട്ടാൽ മധുവാണ് കണ്ടാൽ കുളിരാണ് മൊഴി കേട്ടാൽ മധുവാണ് കണ്ടാൽ കുളിരാണ് ഉല്ലാസക്കുളിരോ നവ ഉന്മാദത്തളിരോ സുന്ദരി മന്ദാരക്കനിയോ സുന്ദരി മന്ദാരക്കനിയോ ഉല്ലാസക്കുളിരോ നവ ഉന്മാദത്തളിരോ സുന്ദരി മന്ദാരക്കനിയോ ഉല്ലാസക്കുളിരോ നവ ഉന്മാദത്തളിരോ സുന്ദരി മന്ദാരക്കനിയോ കാന്ത കണ്ണില് താരമുദിച്ചിടും കാഞ്ചനമെയില് പൂമണം വീശിടും മാരന്റെ മണിക്ക കല്ലൊരു മാനോ മയിലോ കുയിലോ കണ്ടാൽ കുളിരാണ് മൊഴി കേട്ടാൽ മധുവാണ് കണ്ടാൽ കുളിരാണ് മൊഴി കേട്ടാൽ മധുവാണ് മാനത്തമ്പിളി പോലെ ലെങ്കിടും നാഗപ്പൈങ്കിളി പോലെ കൊഞ്ചിടും മഞ്ചാടി ചൊപ്പുള്ള ചുണ്ടിൽ പൂവോ പാലോ തേനോ കണ്ടാൽ കുളിരാണ് മൊഴി കേട്ടാൽ മധുവാണ് 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 കണ്ടാൽ കുളിരാണ് ഉസ്താദ് അർഷിദ് കമാൽ ഖാൻ സബാഷേ ബായ്. താങ്ക് യു. ഇതാരാ ഈ ഒരു കുഞ്ഞുസ്താദ്? പാകിസ്ഥാനിലുണ്ടെന്നാ? അല്ല, കമറൊക്കെ കണ്ണൂരിൽ നിന്ന് ഉണ്ടെന്നാ. ആഹാ, നമ്മുടെ കമറുഖാൻ്റെ മോനാണ് ഫൈസാൻ. അപ്പം ഫൈസാനും അർഷിദിൻ്റെ സോങ്ങിൽ താളം പിടിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് കമൻസ് ചോദിക്കാം. സജ്ലത്ത, അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. കമറൊക്കെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കമറൊക്കാൻ്റെ മോനല്ലേ അത്? മോളുടെ അടുത്ത് കൊടുത്തേ മൈക്ക് ബാക്കിൽ. എന്താണ് അവിടെ നാണം കുണുങ്ങി ഇരിക്കുകയാണല്ലോ.
ഇവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ഫിറോസ്കാരുടെ മോള് ആദ്യം ഇവിടെ വരുമ്പോൾ ഭയങ്കര നാണക്കാരിയായിരുന്നു. ഇപ്പം അതാ പെർഫോമൻസ് ഒക്കെ തുടങ്ങി അല്ലേ? അർഷിദ് കലക്കി പാടി. താങ്ക് യു. ഈ പാട്ട് പാടിയത് നമ്മളുടെ ഫിറോസ്കയും കൊച്ചിൻ ഇബ്രാഹിംക്കും കൂടിയിട്ടാണ്. ഒറിജിനൽ കേട്ടിട്ട് തന്നെയാണ് പഠിച്ചത്? അല്ല. അന്ന് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത് ഫിറോസ്ക പറയും. അഷ്റഫ് കവാലി പഠിപ്പിച്ചെന്നതാ. അതെന്തായാലും ആട്ടെ. എന്തായാലും മോൻ ഞങ്ങൾക്ക് ഇവിടെ കേട്ടതിൽ നല്ല സുഖമായിട്ട് തോന്നി. നല്ല മൂഡുണ്ടായിരുന്നു. കവാലിയുടെ ആ ഒരു എല്ലാ സ്റ്റൈലും കൊണ്ടുവന്നു. പിന്നെ സ്വരങ്ങളൊക്കെ നല്ല കുറേ സ്പീഡായിട്ട് സ്വരങ്ങൾ പാടുന്നുണ്ട്. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് അർഷിദ് ഇപ്പോൾ സെമി ഫൈനലിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫൈനലിൽ എത്തുന്നുണ്ടെങ്കിൽ അർഷിദിൻ്റെ ഒരേ ഒരു ഹാർഡ് വർക്കിംഗ് കൊണ്ട് തന്നെയാണ് കേട്ടോ. നല്ല ഹാർഡ് വർക്കിംഗ് ഇവിടെ കാണുന്നുണ്ട്. അർഷിദിൻ്റെ ഒരു ഗ്രാഫ് നോക്കിയാൽ അത് മനസ്സിലാവും. അർഷിദ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മോൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഇനിയിപ്പോൾ ഫൈനലിൽ എത്തുന്നുണ്ടെങ്കിലും. എന്തായാലും നന്നായിട്ട് വരട്ടെ, ഫൈനലിൽ എത്താൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. ഷബ്നത. ഹർഷിത് ഒരു പവർ പാക്ഡ് ഖവാലി. താങ്ക് യു. ശരിക്കും നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആടി ഇരിക്കുമായിരുന്നു. ഭയങ്കര എനർജി ആയിരുന്നു മോനെ, ഭയങ്കര എനർജി ആയിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. അസാധ്യമായിട്ട് പാടി. ആ ഒരു നിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ സജ്ല പറഞ്ഞ ഒരു ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സത്യമാണ്. കാര്യം ഒത്തിരി നീ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെമി ഫൈനലിലെ സോങ്സ് നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുമുണ്ട്. എന്തായാലും മോൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചരണത്തിൽ മോനെ ആ സുന്ദരി മന്ദാര കനിയോ എന്ന് പാടുന്നില്ലേ, ആ സുന്ദരി എന്ന് പറയുന്ന തിങ്, ആ ഒരു അല്ലേ, അല്ല മോന് തോന്നിയില്ലേ, അത് ക്ലിയറായിട്ട് അതിങ്ങനെ സ്ലിപ്പായിട്ട് അങ്ങ് പോയി. അതുണ്ട്. പിന്നെ പൊന്നോ പൊന്നഴകോ എന്ന് പറഞ്ഞ അനുപല്ലവിയിലെ പിച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് രണ്ടുമാണ്. പക്ഷേ നമ്മൾ അതിലോട്ടിങ്ങനെ നമ്മൾ അറിയാമല്ലോ, ഡീറ്റെയിൽഡായിട്ട് നോക്കുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു മോനെ. നമുക്കങ്ങനെ വേറെ ഒന്നിലോട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് വൈസ് ഒരു സിംഗിങ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത. അർഷിദ് ഇനിത് പാടിയ സാക്ഷാൽ ആൾ അവിടെ ഇരിപ്പുണ്ട്. ഫിറോസ്ക ഭംഗിയായിട്ട് പാടി. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ അത് യൂട്യൂബിലൊക്കെ ഉണ്ട് ഈ പാട്ട്. കൊച്ചിൻ ഇബ്രാഹിംകയും ഞാനും ചേർന്ന് പാടിയ ഒരു ഖവാലി. അതിൽ പിന്നെ സ്വരങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ ഗ്രൂമിങ്ങിൽ വരുത്തിയ വ്യത്യാസങ്ങളൊക്കെ, എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും അങ്ങനെ ഒരുപാട് അഡീഷൻ നിങ്ങളുടെ രണ്ട് ഗ്രൂമേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പാട്ടുകളും ഈ റൗണ്ടും നന്നാക്കാൻ. കാരണം ഖവാലികളും ഗസലുകളും ഒക്കെ നമുക്ക് മാപ്പിളപ്പാട്ടിൽ നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യുകയാണ് അല്ലേ. അങ്ങനെ ജനിച്ച പാട്ടുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഖവാലിയായിട്ടും ഗസലായിട്ടൊക്കെ ജനിച്ച പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ ആ ഫോർമാറ്റിലേക്ക് ആക്കി പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. മോൻ മനോഹരമായിട്ട് പാടി. പല്ലവിയിൽ ഒരു സ്ഥലത്തൊരു വെള്ളി വരുന്നുണ്ട്. വെള്ളിയല്ല, അത് ഒരു വ്യാഴം, വെള്ളിയിലേക്ക് എത്തുന്നില്ല. പിന്നെ വേറെ ഭംഗിയായിട്ട് പാടി. ഓർക്കസ്ട്ര ഗംഭീരമായിരുന്നു. കോറസ് നന്നായി സപ്പോർട്ട് ചെയ്തു കേട്ടോ. കോറസുകാരോട് മോൻ വലിയൊരു താങ്ക്സ് പറയണം. പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുണ്ടായ കുട്ടിപ്പട്ടർമാലില് സീസൺ അതിന്റെ ഓഡീഷന് ഉണ്ടായ ആളത്. സീസൺ 1 എന്റെ ഓഡീഷന് അർഷിദ് ഉണ്ടായിരുന്നു. അർഷിദ് എവിടെ? എറണാകുളത്ത് പാടിയോ? ഞങ്ങൾക്ക് ഓർമ്മയില്ല, മോൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് മോള് മനസ്സിലാക്കേണ്ടത് എന്താ, അർഷിദ് അന്ന് അതിൽ കിട്ടാത്തത് കൊണ്ട് തിരിച്ചു പോയി. പക്ഷേ അർഷിദിൻ്റെ പാരൻസും റിലേറ്റീവ്സും ഒക്കെ എന്ത് പറഞ്ഞു, മോൻ പാടണം, ഇതിൽ കിട്ടും, എന്നെങ്കിലും നമ്മൾ പ്രയത്നിച്ച് നേടിയെടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടോ അർഷിദ് എവിടെ എത്തി. ആ പ്രയത്നം അങ്ങനെ പാടി വന്ന് അർഷിദ് തന്നെ കൈയടിച്ചു അതിന്. ഇപ്പോൾ സെമി ഫൈനലിലെത്തി. മോൻ മനോഹരമായിട്ട് പാടി കേട്ടോ. ആ പാട്ടിൻ്റെ എല്ലാ കളറും കൊണ്ടുവന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. അർഷിദ് അപ്പോൾ എല്ലാവരും ഫുള്ളി ഇംപ്രസ്ഡ് ആണ്. ആശ്രയിക്കാം. ഷബ്നത 29. 29 on 30. ഫിറോസ്ക 39 on 40. സജ്ലത അർഷിദിന് 29.5. 29.5 on 30. അർഷിദ് കമാൽ എത്രയാണ് ടോട്ടൽ മാർക്സ്? 97.5. 97.5 on 100. നല്ല സ്കോർസ് ആണ്. കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 ഗ്രാൻഡ് ഫിനാലയിൽ അർഷിദ് കമാൽ ഉണ്ടാവോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. എനിവേ ഈ സൂപ്പർ ഡ്യൂപ്പർ ഖവാലി പെർഫോമൻസിന് സമ്മാനമുണ്ട്.
റിഹ വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. കുട്ടിപ്പട്ടുമാൽ സീസൺ 2 അതിന്റെ സ്വപ്നവേദിയോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. സെമി ഫൈനൽ മത്സരങ്ങൾ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏതാനും ചില എപ്പിസോഡുകൾ കൂടി മാത്രം. ഇന്നത്തേക്ക് വിട പറയുന്നു. ഫ്രം ബേബി വിറ്റ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ.